നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ജൂണിലെ ഇന്ത്യയുടെ പണപ്പെരുപ്പ കണക്കുകളാണ്. ഏറ്റവും പുതിയ ഡേറ്റ. അതെ. ഇതിനുവേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് ദി ഹിന്ദു പത്രത്തിലെ റിപ്പോർട്ടും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സുമാണ്. ശരിയാണ്. നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വിശകലനം എന്തായാലും ശ്രദ്ധിക്കണം. തീർച്ചയായും. പ്രിലിംസിന് ഇത് ഇന്ത്യൻ ഇക്കണോമിയുടെ ഭാഗമാണ്. ഈ പണപ്പെരുപ്പം CPI, WPI, മോണിറ്ററി പോളിസി ഒക്കെ വരും. പിന്നെ മെയിൻസിൽ നോക്കുവാണെങ്കിൽ GS പേപ്പർ 3 ഉണ്ടല്ലോ, അതിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അതെ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോ ശരി, കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? എന്താണ് പ്രധാന കണ്ടെത്തലുകൾ? ജൂണില് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. പ്രധാന കാര്യം പണപ്പെരുപ്പം നന്നായിട്ട് കുറഞ്ഞു അല്ലേ? അതെ, ഗണ്യമായി കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഈ റീറ്റെയിൽ പണപ്പെരുപ്പം, അതായത് നമ്മൾ CPI എന്ന് പറയില്ലേ, ഉപഭോക്തൃ വില സൂചിക, അതെ, എന്താ പറയാ, 77 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. 2.1%. ശരിയാണ്, 2.1%. അതൊരു വലിയ കുറവ് തന്നെയാണ്. അതുപോലെ മൊത്തവ്യാപാര പണപ്പെരുപ്പം WPI, WPI, അതാണെങ്കിൽ 20 മാസത്തിന് ശേഷം ആദ്യമായിട്ട് നെഗറ്റീവായി, -0.13%. അതെ, നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോയി. കുറച്ചു കാലമായിട്ട് ഉയർന്ന പണപ്പെരുപ്പം കാരണം ബുദ്ധിമുട്ടിരുന്ന ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇത് എന്താ പറയാ, ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എന്താണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം? ഈ കുറവിന് പിന്നിൽ പ്രധാനമായും ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതാണ്. പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതിന്റെയൊക്കെ വില താഴുന്നത് CPI കുറയാൻ ഒരുപാട് സഹായിച്ചു. ഓക്കെ. പിന്നെ WPI നെഗറ്റീവ് ആകാൻ ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾക്ക് പുറമെ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞതും ഒരു ഘടകമാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ്. അതെ, ഓർക്കേണ്ട ഒരു കാര്യം, CPI ഡാറ്റ പുറത്തുവിടുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയമാണ്. WPI ഡാറ്റ വരുന്നത് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും. ഇത് രണ്ടും രണ്ട് ഏജൻസികളാണ്. ശരി. അപ്പോ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ CPI, WPI ഇവയൊക്കെ എന്താണെന്നൊരു വ്യക്തത വേണം. എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് വ്യത്യാസം? സിമ്പിളായിട്ട് എങ്ങനെ ഓർക്കാം? പറയാം. CPI, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇത് നമ്മൾ സാധാരണക്കാർ കടയിൽ പോയി വാങ്ങുന്ന സാധനങ്ങൾ, സേവനങ്ങൾ, അതിൻ്റെയൊക്കെ വിലയിലുള്ള മാറ്റമാണ് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ പോക്കറ്റിന് നേരിട്ട് ബാധിക്കുന്നത്. അതെ, റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതലും ഈ CPI ഡാറ്റ നോക്കിയിട്ടാണ്. ശരി, അപ്പോ RBIയുടെ ഫോക്കസ് CPI ആണ്. WPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അത് മൊത്തക്കച്ചവടക്കാർ തമ്മിലുള്ള സാധനങ്ങളുടെ വിലമാറ്റമാണ്. ഫാക്ടറി തലത്തിൽ എന്നൊക്കെ പറയാം. ഇതിൽ സേവനങ്ങൾ വരില്ല അല്ലേ? ഓക്കെ, അപ്പോ WPI നെഗറ്റീവായി. അതിനെ നമ്മൾ പണച്ചുരുക്കം, അതായത് ഡിഫ്ലേഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ടെക്നിക്കലി പറഞ്ഞാൽ WPI നെഗറ്റീവായതിനെ സങ്കോചം അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറയാം. തുടർച്ചയായി പൊതുവില നിലവാരം താഴുന്നൊരവസ്ഥയാണ് ഡിഫ്ലേഷൻ. ശരി. WPI നെഗറ്റീവായത് ഒരു സാധ്യത കാണിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഈ ബേസ് എഫക്റ്റ് എന്ന് കേൾക്കാറുണ്ടല്ലോ, അതെന്താണ്? ഈ കണക്കുകളിൽ അതിന് പ്രസക്തിയുണ്ടോ? ബേസ് എഫക്റ്റ് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ വില നിലവാരം ഈ വർഷത്തെ പണപ്പെരുപ്പ് കണക്കിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണത്. ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു സാധനത്തിന് 100 രൂപയായിരുന്നു എന്ന് വെക്കുക. ഈ വർഷം അത് 105 രൂപയായാൽ 5% വർധനവ്. പക്ഷേ കഴിഞ്ഞ വർഷം വില 50 രൂപയായിരുന്നെങ്കിൽ ഈ വർഷം 55 രൂപയായാൽ അത് 10% വർധനമായി കണക്കാക്കും. ഓക്കെ, മനസ്സിലായി. അപ്പോ കഴിഞ്ഞ വർഷം വില വളരെ കൂടുതലായിരുന്നെങ്കിൽ, അതായത് ബേസ് ഉയർന്നതാണെങ്കിൽ, ഈ വർഷത്തെ ചെറിയ വില വർധനവ് പോലും പണപ്പെരുപ്പ് കണക്കിൽ അത്ര വലുതായി കാണിക്കില്ല. ജൂണിലെ ഈ കുറഞ്ഞ നിരക്കിന് പിന്നിൽ ഒരു പരിധിവരെ ഈ ബേസ് എഫക്റ്റിനും പങ്കുണ്ട്. അത് വളരെ വ്യക്തമായി. അപ്പൊ ശരി, ഈ കണക്കുകൾ നൽകുന്ന ഒരു താൽക്കാലിക ആശ്വാസം അവിടെ നിൽക്കട്ടെ. ഇതിന്റെയൊക്കെ ഒരു വലിയ ചിത്രം എന്താണ്? പ്രത്യാഘാതങ്ങൾ മെയിൻസ് പരീക്ഷയുടെ ആംഗിളിൽ എങ്ങനെ കാണാം? തീർച്ചയായും. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഓക്കെ. നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പണപ്പെരുപ്പം കുറയുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള പണത്തിന് മൂല്യം കൂടും, വാങ്ങൽ ശേഷി വർദ്ധിക്കും. അത് നല്ല കാര്യമാണല്ലോ. അതെ, അത് ഉപഭോഗം കൂടാൻ സഹായിക്കും. പിന്നെ സാമ്പത്തിക സ്ഥിരത വരുന്നത് നിക്ഷേപകരെ ആകർഷിക്കാൻ നല്ലതാണ്. ശരി.
ഏറ്റവും പ്രധാനം, പണപ്പെരുപ്പം ഇപ്പോൾ RBIയുടെ ലക്ഷ്യമായ 4% താഴെയാണല്ലോ. അതെ, 2.1 അല്ലേ? അതെ. അപ്പോൾ വളർച്ചയെ സഹായിക്കാൻ വേണ്ടി പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെപ്പറ്റി ആലോചിക്കാൻ RBIക്ക് കൂടുതൽ സ്പേസ് കിട്ടും. അത് പ്രധാനമാണ്. പിന്നെ WPI കുറയുന്നത് വ്യവസായങ്ങൾക്ക് നല്ലതാണ്. അസംസ്കൃത വസ്തുക്കളുടെ വില കുറയുമല്ലോ. അപ്പോ ആശങ്കകൾ എന്തൊക്കെയാണ്? പ്രധാന ആശങ്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പണച്ചുരുക്കം അഥവാ ഡിഫ്ലേഷനുള്ള സാധ്യതയാണ്. വില ഇനിയും കുറയുമെന്ന് വിചാരിച്ച ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് മാറ്റിവെച്ചാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. അതെ, ഡിമാൻഡ് കുറയും, സാമ്പത്തിക പ്രവർത്തനങ്ങൾ പതിയെയാകും. അതൊരു അപകടമാണ്. ശരിയാണ്. മറ്റൊന്ന്, ഈ ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയുന്നത്, പ്രത്യേകിച്ച് പച്ചക്കറി, മറ്റ് കാർഷികോൽപ്പന്നങ്ങൾ, അതിന്റെ വില കുറയുന്നത് ആരെയാണ് ബാധിക്കുക? കർഷകരെ. കൃത്യമായി പറഞ്ഞാൽ കർഷകരുടെ വരുമാനത്തെ അത് സാരമായി ബാധിക്കും. അതും വലിയൊരു ആശങ്കയാണ്. അതെ അതെ. അതുപോലെ നോമിനൽ GDP വളർച്ച കുറയാനും സാധ്യതയുണ്ട്. അത് സർക്കാരിന്റെ നികുതി വരുമാനത്തെയും ബാധിച്ചേക്കാം. ഈ കർഷകരുടെ വരുമാനത്തെ ബാധിക്കാമെന്നത്, അത് പരിഹരിക്കാൻ എന്തെങ്കിലും വഴികൾ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടോ? റിപ്പോർട്ടുകൾ നേരിട്ട് പരിഹാരം പറയുന്നില്ല. പക്ഷേ ഈ സാഹചര്യം നയപരമായ ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാണ്. ചിലപ്പോൾ താങ്ങുവില കൂട്ടുകയോ അല്ലെങ്കിൽ കർഷകർക്ക് നേരിട്ട് സഹായം നൽകുന്ന പദ്ധതികളോ വേണ്ടി വന്നേക്കാം. ഓക്കെ. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഈ കുറവ് തുടരുമോ എന്ന് ഉറപ്പില്ല. മൺസൂൺ എങ്ങനെ വരുന്നു, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില എങ്ങനെ മാറുന്നു എന്നതൊക്കെ പ്രധാനമാണ്. ശരിയാണ്. അപ്പോൾ RBI പലിശ കുറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതെല്ലാം നോക്കേണ്ടി വരും. വളർച്ചയും വിലസ്ഥിരതയും ഒരുപോലെ കൊണ്ടുപോകണം. ഒപ്പം കർഷകരെ പോലുള്ളവരെ സംരക്ഷിക്കുകയും വേണം. ആ ഒരു ബാലൻസ് കണ്ടെത്തലാണ് വെല്ലുവിളി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ജൂൺ 2025 ഈ പണപ്പെരുപ്പ് കണക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു ആശ്വാസം തരുന്നുണ്ട്. CPI 77 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ, WPI നെഗറ്റീവ്. അതെ, എളുപ്പമാവും. പക്ഷേ ഡിഫ്ലേഷൻ സാധ്യത, കർഷകരുടെ വരുമാനം, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. തീർച്ചയായും. അപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഈ ഡേറ്റ, അതുപോലെ ഈ ആശയങ്ങൾ CPI, WPI, ബേസ് ഇഫക്റ്റ്, ഡിഫ്ലേഷൻ ഒക്കെ എന്താണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നന്നായി മനസ്സിലാക്കണം. അതെ, വിശകലനം ചെയ്യാൻ പഠിക്കണം. പ്രത്യേകിച്ച് GS പേപ്പർ 3-ൽ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും. ശരിയാണ്. ഈ പണപ്പെരുപ്പ് കണക്കുകൾ പോലെ തന്നെ മറ്റു സാമ്പത്തിക വാർത്തകളും ദി ഹിന്ദു പത്രത്തിൽ ഉണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമാക്കണം. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാസിരംഗയിലെ പുൽമേട് പക്ഷിവൈവിധ്യം എന്ന വിഷയത്തിലാണല്ലോ. അതെ, നമസ്കാരം. കാസിരംഗിയിലെ പുൽമേടുകളിൽ അവിടുത്തെ പക്ഷികളെക്കുറിച്ചൊരു പുതിയ സർവേ വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരി. അപ്പോൾ ഈ സർവേയുടെ പ്രധാന കണ്ടെത്തലുകള്, പിന്നെ UPSC പരീക്ഷയ്ക്ക് ഇതെങ്ങനെ പ്രസക്തമാകും, ഇതൊക്കെ നമുക്ക് സംസാരിക്കാം അല്ലേ? തീർച്ചയായും. ഇത് പരിസ്ഥിതി, ജൈവവൈവിധ്യം എന്ന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. IUCN സ്റ്റാറ്റസ്, സംരക്ഷിത പ്രദേശങ്ങൾ ഒക്കെ എപ്പോഴും ചോദ്യം വരുന്ന മേഖലയാണ്. ശരിയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ സർവേയുടെ പ്രധാന കണ്ടെത്തൽ? അപ്പോൾ ഇത് കാസിരംഗയിലെ ഇത്തരത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സർവേയാണ്. പുൽമേടുകളിൽ മാത്രമായിട്ട് ഏകദേശം 43 ഇനം പക്ഷികളെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഓ, 43ഓ? പുൽമേടുകളിൽ മാത്രം? അത് വലിയൊരു സംഖ്യയാണല്ലോ. അതെ അതെ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന, അതായത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയ ബംഗാൾ ഫ്ലോറിക്കനെ അവിടെ കണ്ടെത്തി. ബംഗാൾ ഫ്ലോറിക്കൻ CR കാറ്റഗറിയിലുള്ളതല്ലേ? അതെ. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന എൻഡേഞ്ചേർഡ് ആയ ഫിൻസ്വീവറിനെയും കണ്ടെത്തി. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ്. അപ്പോൾ ഈ 2 പ്രധാന ഇനങ്ങൾക്ക് പുറമേ വേറെയും ഭീഷണി നേരിടുന്നവയെ കണ്ടെത്തിയോ? ഉണ്ട്. വൾണറബിൾ കാറ്റഗറിയിൽ, അതായത് വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള മറ്റ് 6 ഇനങ്ങളെ കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണവ? ഈ ബ്ലാക്ക് ബ്രസ്റ്റഡ് പാരറ്റ് ബിൽ, മാർഷ് ബാബ്ലർ, പിന്നെ സ്വാം ഫ്രാങ്കലിൻ, ജോർഡൻസ് ബാബ്ലർ, സ്ലെൻഡർ ബിൽഡ് ബാബ്ലർ, ബ്രിസ്റ്റൽഡ് ഗ്രാസ് ബേർഡ് എന്നിവയാണ് ആ 6 എണ്ണം. ഓക്കെ. ഇതിലീ ഫിൻസ്വീവറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊരു സൂചക ജീവിവർഗമാണെന്നു. അതെന്താണ് ശരിക്കും? ഇൻഡിക്കേറ്റർ സ്പീഷീസ്, അതായത് ഒരു ആവാസ വ്യവസ്ഥ എത്രത്തോളം ആരോഗ്യകരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ജീവിവർഗമാണത്.
ഫിൻസ് ഫീവർ അവിടെ വിജയകരമായി പ്രജനനം നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. ആഹാ. അവിടുത്തെ പുൽമേടുകൾ നല്ല നിലവാരമുള്ളതാണ്, ആരോഗ്യകരമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് ശരിക്കും. അപ്പോ വെറുതെ പക്ഷികളുടെ എണ്ണമല്ല, ആ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ളൊരു പാരിസ്ഥിതിക ആരോഗ്യം കൂടിയാണ് ഇത് കാണിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. ഇത് കണ്ടെത്താൻ എന്തെങ്കിലും പുതിയ രീതികൾ ഉപയോഗിച്ചോ? ഉപയോഗിച്ചു. അതാണ് ഈ സർവേയുടെ മറ്റൊരു പ്രത്യേകത. പാസീവ് അക്കോസ്റ്റിക് റെക്കോർഡറുകൾ എന്നൊരു ഉപകരണം ഉപയോഗിച്ചു. പാസീവ് അക്കോസ്റ്റിക് റെക്കോർഡറോ? അതെന്താണ് സംഭവം? അത് എന്താ പറയുക, മനുഷ്യന്റെ നേരിട്ടുള്ള ഇടപെടലില്ലാതെ പക്ഷികളുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ്. ആഹാ, കൊള്ളാലോ. അപ്പൊ നമ്മൾ പോകാതെ തന്നെ അവയുടെ ശബ്ദം വെച്ച് തിരിച്ചറിയാമെന്നാണോ? അതെ, ഈ റെക്കോർഡറുകൾ അവിടെ സ്ഥാപിക്കും. എന്നിട്ട് അവ പക്ഷികളുടെ പാട്ടുകളും മറ്റു ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യും. പിന്നീട് ഈ ശബ്ദങ്ങൾ അനലൈസ് ചെയ്ത് ഏതൊക്കെ പക്ഷികളാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോ ഒളിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മനുഷ്യരെ കണ്ടാൽ പെട്ടെന്ന് പോകുന്നതോ ആയ പക്ഷികളെയൊക്കെ കണ്ടെത്താൻ ഇത് സഹായിച്ചിട്ടുണ്ടാവുമല്ലേ? ശരിയാണ്. ശല്യമില്ലാതെ അവയെക്കുറിച്ച് പഠിക്കാൻ ഇത് വളരെ നല്ലൊരു മാർഗമാണ്. അപ്പോ UPSCക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രധാന കാര്യങ്ങൾ ഇതിൽ നിന്ന് ഓർത്തുവെക്കണം? ഒന്ന്, കാസിരംഗ നാഷണൽ പാർക്കിന്റെ അടിസ്ഥാന വിവരങ്ങൾ. അസമിലാണ്, ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ പ്രധാന കേന്ദ്രമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, ടൈഗർ റിസർവ് കൂടിയാണല്ലേ? അതെ, അതെല്ലാം ഓർക്കണം. പിന്നെ അവിടുത്തെ ആവാസ വ്യവസ്ഥ, പുൽമേടുകൾ, വനഭൂമി, തണ്ണീർത്തടങ്ങൾ ഇവയെല്ലാം ചേർന്നതാണ്. ഈ പുൽമേടുകളെക്കുറിച്ചൊരു ധാരണ വേണം. പലപ്പോഴും നമ്മൾ ഇതിനെ തരിസുഭൂമി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മരങ്ങൾ കുറഞ്ഞ, പുല്ലുകൾ നിറഞ്ഞ ഈ സ്ഥലങ്ങൾ ഈ ബംഗാൾ ഫ്ലോറിക്കൻ പോലുള്ള പല ജീവികൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവാസ കേന്ദ്രമാണ്. ഈ സർവേ അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നു. പിന്നെ IUCN സ്റ്റാറ്റസുകൾ? നിർബന്ധമായും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് CR, എൻഡേഞ്ചേർഡ് EN, വൾണറബിൾ VU ഈ കാറ്റഗറികളും ഈ സർവേയിൽ കണ്ടെത്തിയ പ്രധാന പക്ഷികൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നതും ഓർത്തുവയ്ക്കണം. ബംഗാൾ ഫ്ലോറിക്കൻ CR, ഫിൻസ് വീവർ EN ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാസിരംഗയിലെ പുൽമേടുകൾ നമ്മൾ വിചാരിക്കുന്നതിലും അധികം ജൈവ വൈവിധ്യമുള്ള, സംരക്ഷിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരിടമാണ് എന്ന് പുതിയ പഠനങ്ങളും രീതികളും തെളിയിക്കുന്നു. അതെ, ശരിക്കും ഈ കണ്ടെത്തലുകൾ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കണം. പലപ്പോഴും നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത, ഒരുപക്ഷേ തരിശുഭൂമി എന്നൊക്കെ മുദ്രകുത്തുന്ന ഇത്തരം പുൽമേടുകൾക്ക് ഇത്ര വലിയ പാരിസ്ഥിതിക മൂല്യമുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റെത്ര പ്രദേശങ്ങളിൽ ഇതുപോലെ കണ്ടെത്തപ്പെടാത്ത ജൈവവൈവിധ്യമുണ്ടാകാം? ഈ അക്കോസ്റ്റിക് നിരീക്ഷണം പോലെയുള്ള പുതിയ ടെക്നോളജിക്ക് അതൊക്കെ കണ്ടെത്താൻ സഹായിക്കാൻ പറ്റില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ. ശരി, അപ്പോൾ നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ശരി. നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള ഈ വിശകലന ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ച. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു തന്ത്രപരമായ പങ്കാളിത്തം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. ഇതിലെ പ്രധാന കാര്യങ്ങൾ വേർതിരിച്ചെടുത്ത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, അതാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് നിങ്ങൾ UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ വിഷയത്തിന് UPSC പരീക്ഷയിലുള്ള പ്രാധാന്യം അതെങ്ങനെയാണ്? തീർച്ചയായും. പ്രിലിംസ് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന ഭാഗത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ EU ബന്ധം, പിന്നെ ഈ IMEC പോലുള്ള പുതിയ പദ്ധതികൾ, G7, നാറ്റോ, ഇതിലൊക്കെ യൂറോപ്പിന്റെ പങ്ക് അതെല്ലാം വരും. ശരി. കാരണം അവിടുത്തെ സന്ധോതികാസങ്ങൾ നമ്മളെ നേരിട്ട് ബാധിക്കുമല്ലോ. പിന്നെ ഇക്കണോമിയിൽ FTA ചർച്ചകൾ, FDI, പിന്നെ ഇപ്പോൾ ഈ CBAM അതൊക്കെ ശ്രദ്ധിക്കണം. CBAM, അതെ. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2, അവിടെ ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ, ആഗോള കൂട്ടായ്മകൾ, പിന്നെ ഈ വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെ വിശകലനം ചെയ്യാൻ ഈ ഇന്ത്യ-യൂറോപ്പ് ബന്ധം അറിഞ്ഞിരിക്കണം. അത്യാവശ്യമാണ്. ശരി. അപ്പോ ലേഖനത്തിലേക്ക് വന്നാൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ മാറുന്ന ലോക സാഹചര്യത്തിൽ ഇന്ത്യ-യൂറോപ്പ് ബന്ധം കൂടുതൽ ദൃഢമാകുന്നു, അല്ലെങ്കിൽ ആകേണ്ടതുണ്ട് എന്നതാണ്. അതെ. പ്രത്യേകിച്ച് അമേരിക്കൻ നയങ്ങളിലെ ഒരു സ്ഥിരതയില്ലായ്മ കാരണം യൂറോപ്പ് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് വളരെ രസകരമായ ഒരു പോയിന്റാണ്. യൂറോപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്
ഒരു തന്ത്രപരമായ സ്വയംഭരണാവകാശം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി നേടാനാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുവെച്ചാൽ മറ്റ് വൻശക്തികളെ, പ്രത്യേകിച്ച് അമേരിക്കയെ ഒരുപാട് ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. പ്രതിരോധത്തിലൊക്കെ കൂടുതൽ നിക്ഷേപം നടത്തുന്നുണ്ടവർ. ഓക്കെ. അതേസമയം ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ നമ്മൾ പണ്ടത്തെ ആ ചേരിചേരാ നയത്തിൽ നിന്ന് കുറച്ചുകൂടി മാറി ഒരു ബഹുമുഖ സഹകരണം, മൾട്ടി അലൈൻമെന്റ് എന്ന നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പലരുമായി ഒരേ സമയം സഹകരിക്കുക എന്നതാണോ? അതെ, കൃത്യം. നമ്മുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ രാജ്യങ്ങളുമായി, വിവിധ ഗ്രൂപ്പുകളുമായി ഒരേ സമയം സഹകരിച്ചു പോകുക. അപ്പോ ഈ US-ചൈന മത്സരത്തിനിടയിൽ ലോകമൊരു 2 ശക്തികളിലേക്ക് മാത്രം ഒതുങ്ങാതെ ഒരു ബഹുമുഖ ലോകക്രമം, മൾട്ടിപോളർ ഓർഡർ വേണമെന്ന കാര്യത്തിൽ ഇന്ത്യക്കും യൂറോപ്പിനും ഏതാണ്ട് ഒരേ അഭിപ്രായമാണെന്ന് പറയാം, അല്ലേ? തീർച്ചയായും. ആ ഒരു കാര്യത്തിൽ നല്ല യോജിപ്പുണ്ട്. വ്യാപാരം നോക്കിയാൽ നല്ല പുരോഗതിയുണ്ട്. 2015-22 കാലത്ത് EUയിൽ നിന്നുള്ള FDI 70% വർദ്ധിച്ചു. 70%? അത് വലിയ വർധനമാണല്ലോ. അതെ. പിന്നെ ടെക്നോളജി, ഡിഫൻസ്, ഇതിലൊക്കെ സഹകരണം കൂടുന്നുണ്ട്. അതുപോലെ ഈ IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, അതൊരു വലിയ സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയാണ്, സാധ്യതകൾ ഏറെയാണ്. പക്ഷെ വെല്ലുവിളികളും കാണുമല്ലോ, ഈ CBAM പോലുള്ള കാര്യങ്ങൾ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. യൂറോപ്പിന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അതായത് യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചില സാധനങ്ങൾക്ക് അതിന്റെ നിർമ്മാണത്തിലെ കാർബൺ ബഹിർഗമനമനുസരിച്ച് ഒരു തരം നികുതി വരും. ഓഹോ. ഇത് ഇന്ത്യയുടെ സ്റ്റീൽ, അലൂമിനിയം പോലുള്ള മേഖലകളിലെ കയറ്റുമതിയെ ബാധിക്കുമോ എന്നൊരാശങ്ക. അത് നിലവിലുണ്ട്. ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ശരി. അപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ കേട്ട പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, ഈ തന്ത്രപരമായ സ്വയംഭരണാവകാശം, ബഹുമുഖ സഹകരണം, ബഹുമുഖ ലോകക്രമം, CBAM, IMEC, ഇവയൊക്കെ പ്രിലിംസിനൊക്കെ പ്രധാനപ്പെട്ട ടേൺസ് ആണ്. അതെ, ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോ ഇന്ത്യയുടെ ആ ഒരു വലിയ വിദേശ നയചിത്രത്തിൽ ഈ യൂറോപ്പുമായുള്ള ബന്ധം എങ്ങനെയാണ് ഫിറ്റാവുന്നത്? അതിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്? ഇതിന് ഒരു വലിയ ക്യാൻവാസിൽ വെച്ച് നോക്കണം. ഇന്ത്യയുടെ 21ാം നൂറ്റാണ്ടിലെ വിദേശനയത്തിൽ യൂറോപ്പിന് ഒരു നിർണായക സ്ഥാനമുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ നയങ്ങളിലെ പ്രവചനാതീത സ്വഭാവം, മറുഭാഗത്ത് ചൈനയുടെ വളർച്ചയും സ്വാധീനവും. ഈയൊരു സാഹചര്യത്തിൽ യൂറോപ്പുമായുള്ള ശക്തമായ ബന്ധം ഇന്ത്യയ്ക്കൊരു സന്തുലിതാവസ്ഥ നൽകുന്നു, ഒരു മൂന്നാം ധ്രുവം പോലെ. ഒരു ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. അതെ. പക്ഷേ വെറുമൊരു ബാലൻസിംഗ് പവർ ആവുക എന്നതിനപ്പുറം ടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച്, ഡിജിറ്റൽ ഗവേണൻസ്, സുരക്ഷ, ഈ വിഷയങ്ങളിലൊക്കെ ആഗോള നിയമങ്ങളും മാനദണ്ഡങ്ങളും രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന ഒരു പ്രമുഖ ശക്തി, ലീഡിംഗ് പവർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾക്ക് യൂറോപ്പുമായുള്ള ബന്ധം വലിയ പിന്തുണ നൽകും. അവസരങ്ങൾ ഒരുപാടുണ്ടപ്പോൾ. സാമ്പത്തിക വളർച്ച, ടെക്നോളജി പങ്കുവയ്ക്കൽ, ഡിഫൻസ് മോഡേണൈസേഷൻ. ധാരാളം. പ്രത്യേകിച്ച് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ വന്നാൽ അത് വലിയ ഉത്തേജനമാകും. ഡീപ് ടെക്, സെമി കണ്ടക്ടർ പോലുള്ള പുതിയ മേഖലകളിലൊക്കെ സഹകരിക്കാൻ വലിയ സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ വെല്ലുവിളികളുമുണ്ട്. CBAM പോലുള്ള വ്യാപാര തടസ്സങ്ങൾ. ചില തന്ത്രപരമായ കാര്യങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പിന്നെ ഈ വിസ, യാത്രാ നടപടിക്രമങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, അതൊരു പ്രായോഗിക പ്രശ്നമാണ്. ഇരുപക്ഷത്തുമുള്ള ചില മുൻവിധികൾ, തെറ്റിദ്ധാരണകൾ, അതൊക്കെ മറികടക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ യൂറോപ്പ് ബന്ധമെന്നത് സാധ്യതകളും വെല്ലുവിളികളും നിറഞ്ഞതാണ്. ഈ സാധ്യതകൾ മുതലെടുക്കാനും വെല്ലുവിളികളെ നേരിടാനും ഇരു കൂട്ടർക്കും താൽപ്പര്യമുണ്ട്. അത് അത്യാവശ്യവുമാണ്. തീർച്ചയായും. ഇവിടെ അവസാനം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ കരാറുകൾക്കും കണക്കുകൾക്കും അപ്പുറം നമ്മൾ പങ്കുവെക്കുന്നു എന്ന് പറയുന്ന മൂല്യങ്ങളുണ്ടല്ലോ, ജനാധിപത്യം, നിയമവാഴ്ച, അങ്ങനെയുള്ളവ ഉണ്ട്. ആ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പരസ്പര വിശ്വാസം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം, വെറും ഇടപാടുകൾ എന്നതിനപ്പുറം ഈ ബന്ധത്തെ എങ്ങനെ വളർത്താം, ഒരു ബഹുമുഖ ലോകം ഒരുമിച്ച് പണിയാൻ ഈ അടിത്തറ എത്രത്തോളം ശക്തമാക്കാൻ ഇന്ത്യക്കും യൂറോപ്പിനും കഴിയും? അതൊരു പ്രധാന ചോദ്യമാണ്. വളരെ പ്രസക്തമായൊരു ചിന്തയാണ്. നന്ദി. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഈ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, അതായത് STEM മേഖലയിലെ ഒരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ STEM ബിരുദധാരികളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്, ഇന്ത്യ.
പക്ഷേ ജോലിസ്ഥലത്ത് നോക്കിയാൽ ഈ പഠിച്ചിറങ്ങിയ സ്ത്രീകളിൽ ഭൂരിഭാഗം പേരെയും അവിടെ കാണാനില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു ആഴത്തിലുള്ള ചർച്ചയാണെന്ന് നിങ്ങൾ പങ്കുവച്ച ആ ലേഖനങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് സംസാരിക്കാം. തീർച്ചയായും. പിന്നെ നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ വിഷയം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പ്രിലിംസിലൊക്കെ സാമൂഹിക പ്രശ്നങ്ങൾ, പിന്നെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, ഈ FLFPR എന്നൊക്കെ പറയില്ലേ, അതും ജെൻഡർ ബജറ്റിംഗ്, പുതിയ സർക്കാർ പദ്ധതികൾ, ഇതൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 1 സ്ത്രീകളുടെ പങ്ക്, സാമൂഹിക ശാക്തീകരണം, പിന്നെ പേപ്പർ 2 വിദ്യാഭ്യാസം, മാനവ വിഭവശേഷി, അതുപോലെ പേപ്പർ 3 ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇതിലൊക്കെ ഇത് വരാവുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. അപ്പോൾ നമുക്ക് ആ ലേഖനത്തിലെ പ്രധാന കാര്യത്തിലേക്ക് വരാം. ആ കണക്ക് അത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ സ്റ്റെം ബിരുദധാരികളിൽ ഏകദേശം 43% സ്ത്രീകളാണ്. അതെ, ലോകത്തിൽ തന്നെ നോക്കിയാൽ ഇത് വളരെ ഉയർന്ന ഒരു നിരക്കാണ്. പക്ഷെ ജോലിയിലേക്ക് വരുമ്പോഴോ, ഈ മേഖലയിലെ തൊഴിൽ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ സ്ത്രീകൾ വെറും 27% മാത്രം. വലിയൊരു ഗ്യാപ്പാണത്. എവിടെയാണ് ഈ സ്ത്രീകൾ പോകുന്നത്? ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ഈ കോഡിംഗ് ഒന്നും പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെയുള്ള നമ്മുടെ സമൂഹത്തിലെ ചില ചിന്താഗതികളാണ്. അതെ, സാമൂഹികമായ കാര്യങ്ങൾ. അതൊരു പ്രധാന കാരണം. പിന്നെ സുരക്ഷിതമല്ലാത്ത ജോലിസ്ഥലങ്ങൾ, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ പലരെയും പിന്നോട്ട് വലിക്കുന്നുണ്ട്. ശരിയാണ്. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും ലീക്കി പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഒരു പൈപ്പിലൂടെ വെള്ളം വരുന്നതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ ധാരാളം സ്ത്രീകൾ വരുന്നുണ്ട്. പക്ഷേ ജോലിസ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് പല പല കാരണങ്ങൾ കൊണ്ട് അവർ പുറത്തുപോകുന്നു. ഒരു ചോർച്ച പോലെ. ലീക്കി പൈപ്പ് ലൈൻ, മനസ്സിലായി. ഈ ചോർച്ച നികത്തണം. പിന്നെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക്, FLFPR എന്ന് പറയും. അതായത് തൊഴിലെടുക്കാൻ പ്രായമുള്ള സ്ത്രീകളിൽ എത്ര പേർ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നു എന്നത്, അത് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. 41.7% ഉയർന്നു. അതൊരു നല്ല കാര്യമാണ്. അത് നല്ല വാർത്തയാണല്ലോ. പക്ഷെ അവിടെയും ഒരു കാര്യം കൊണ്ട്, ഇത് പ്രധാനമായും കൂടിയത് ഗ്രാമപ്രദേശങ്ങളിലാണ്. 47.6%. നഗരങ്ങളിൽ ഇപ്പോഴും കുറവാണ്, 25.4% ഒക്കെയുള്ളൂ. അപ്പോൾ അവിടെയും ഒരു വ്യത്യാസമുണ്ട്, ഗ്രാമനഗര വ്യത്യാസം. ഈ FLFPR കൂടുന്നത് രാജ്യത്തിന്റെ GDP വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മെക്കിൻസി, ലോകബാങ്ക് പഠനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ലേഖനത്തിൽ. തീർച്ചയായും. സ്ത്രീകളുടെ പങ്കാളിത്തം കൂടിയാൽ അത് സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. സർക്കാർ തലത്തിൽ ഇതിനായി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയം NEP 2020, പിന്നെ സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, അതോടൊപ്പം ജെൻഡർ ബജറ്റിംഗ്, അതായത് ബജറ്റിൽ സ്ത്രീകൾക്കായി പ്രത്യേക തുക നീക്കിവെക്കുന്നത്, അത് ഈ പ്രാവശ്യം ബജറ്റ് വിഹിതത്തിന്റെ 8.8% കൂട്ടിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നയങ്ങൾ മാത്രം പോരല്ലോ. സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഈ വ്യവസായങ്ങൾ, ഇൻഡസ്ട്രികൾ, പിന്നെ സമൂഹം, എല്ലാവരും ഒരുമിച്ചു നിൽക്കണം. ഇൻഡസ്ട്രികൾ വെറുതെ ജോലി കൊടുത്താൽ പോരാ. സ്റ്റെം ഫീൽഡിലുള്ള സ്ത്രീകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനും വളരാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതെ, മെന്റർഷിപ്പ് ഉള്ള കാര്യങ്ങൾ. തീർച്ചയായും. മെന്റർഷിപ്പ്, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, പിന്നെ ജോലിസ്ഥലം സുരക്ഷിതമാക്കുക എന്നത് വളരെ പ്രധാനമാണ്. തുല്യമായ ശമ്പളം, നല്ല പ്രസവാനുകൂല്യങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി, ഇതൊക്കെ ഉറപ്പാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ വ്യവസായങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധവും വേണം. അപ്പോൾ വെല്ലുവിളികൾ ഒരുപാടുണ്ട്. ഈ സാമൂഹിക ചിന്താഗതികൾ മാറണം, ജോലിസ്ഥലം സുരക്ഷിതമാകണം, ഈ ലീക്കി പൈപ്പ് ലൈൻ പ്രശ്നം പരിഹരിക്കണം, ഗ്രാമനഗര വ്യത്യാസം കുറയ്ക്കണം. പക്ഷെ ഇതിനെല്ലാം മറികടക്കാൻ ഒരുമിച്ച് ശ്രമിച്ചാൽ ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ സ്ത്രീകളുടെ ഈ വലിയ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുതന്നെയാണ് കാര്യം. ഇത്രയധികം സ്റ്റെം ബിരുദധാരികളായ സ്ത്രീകൾ ഇവിടെയുണ്ട് എന്നത് നമ്മുടെ വലിയൊരു ശക്തിയാണ്. ആ ശക്തി നമ്മൾ തൊഴിൽ രംഗത്ത് ശരിക്കും ഉപയോഗപ്പെടുത്തണം. അതിന് ഈ പറഞ്ഞ പോലെ സർക്കാർ, വ്യവസായം, സമൂഹം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെയൊക്കെ മനോഭാവത്തിലും മാറ്റം വരണം. ഈ സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ നിയമങ്ങളും പദ്ധതികളും മാത്രം പോരാ.
നമ്മുടെ എല്ലാം ചിന്താഗതിയിലും ഒരു മാറ്റം ആവശ്യമാണെന്ന് വ്യക്തം. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഈ നയങ്ങൾക്കും വ്യവസായങ്ങൾക്കും അപ്പുറം നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളെ സ്റ്റെം പഠിക്കാനും ജോലി ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ സമീപനങ്ങൾക്ക് എന്തു പങ്കാണ് വഹിക്കാൻ കഴിയുക? അതൊരു പ്രധാന ചോദ്യമാണ്. ശരി, അപ്പോൾ നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ഗൗരവമുള്ള എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ സ്ത്രീധന മരണങ്ങൾ. സ്ത്രീധന മരണം നീതിയുടെ പരാജയം എന്നൊരു ലേഖനം നമ്മൾ കണ്ടു. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സംസാരം. ഇത്രയൊക്കെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ വിഷയം ശ്രദ്ധിക്കണം. പ്രിലിംസിൽ സാമൂഹിക വിഷയങ്ങൾ, ഇന്ത്യൻ പോളിറ്റി, നിയമങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഇതിലൊക്കെ വരാം. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 1, അതായത് സ്ത്രീകളുടെ പങ്ക്, സാമൂഹിക ശാക്തീകരണം, പിന്നെ GS പേപ്പർ 2ൽ ഈ ദുർബല വിഭാഗങ്ങൾക്കുള്ള നിയമങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഇതിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. അപ്പോൾ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? കണക്കുകൾ തന്നെ പേടിപ്പെടുത്തുന്നതാണെന്ന് തോന്നുന്നു. അതെ, കണക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, അതായത് NCRB. NCRB അവരുടെ ഡാറ്റ നോക്കുമ്പോൾ 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഓരോ വർഷവും ഏകദേശം 7000 സ്ത്രീധന മരണങ്ങൾ ശരാശരിയാണ് ഈ പറയുന്നത്. 7000 ഓരോ വർഷവും? അതെ, അത് നമ്മൾ ഓർക്കണം. ഇത് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിലും എത്രയോ അധികമായിരിക്കാം. 7000 മരണങ്ങൾ ഈ കാലഘട്ടത്തിലും ഇത് തുടരുന്നു എന്നത് ശരിക്കും വിശ്വസിക്കാൻ പ്രയാസം. അപ്പോ കേസന്വേഷണം എങ്ങനെയാണ്? നീതി കിട്ടുന്നുണ്ടോ ഈ കേസുകളിൽ? അതാണ് അടുത്ത പ്രശ്നം. കൂടുതൽ നിരാശാജനകമായ കാര്യമാണത്. ഈ പറയുന്ന 7000 കേസുകളില്ലേ, അതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ഏകദേശം 4500 എണ്ണത്തിൽ മാത്രമാണ്. ഓഹോ, പകുതിയോളം കേസുകളിൽ ചാർജ് ഷീറ്റ് പോലുമില്ല. അതെ. ഇനി കുറ്റപത്രം കൊടുത്താലോ? വിചാരണയുടെ കാര്യം നോക്കൂ. ഏകദേശം 6500 കേസുകൾ വിചാരണയ്ക്കെത്തുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് വെറും 100 എണ്ണത്തിൽ മാത്രം. 100 കേസിലോ? 6500-ല്? അതെ, അതായത് 90% കൂടുതൽ കേസുകൾ ഒന്നുകിൽ കെട്ടിക്കിടക്കുന്നു, അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടുന്നു. പിന്നെ ലേഖനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ബീഹാർ, ഈ സംസ്ഥാനങ്ങളിലാണ് 60% മരണങ്ങളും. നഗരങ്ങളിൽ നോക്കിയാൽ ഡൽഹിയാണ് മുന്നിൽ, ഏകദേശം 30%. അപ്പോ ഈ കണക്കുകൾ കേൾക്കുമ്പോ ഒരു കാര്യം വ്യക്താണ്. നിയമമില്ലാത്തതുകൊണ്ടല്ല ഈ പ്രശ്നം. നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ചൊന്ന് ബ്രീഫായി പറയാമോ? പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. പറയാം. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്ത്രീധനം അഥവാ ഡൗറി. വിവാഹവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ പയ്യനോ വീട്ടുകാർക്കോ കൊടുക്കുന്ന പണമോ വസ്തുവോ, ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും എന്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് പോലും കുറ്റകരമാണ്. അതാണ് സ്ത്രീധന നിരോധന നിയമം 1961. ശരി. പിന്നെ IPCയിലെ പ്രധാനപ്പെട്ട 2 സെക്ഷനുകൾ. ഒന്ന്, സെക്ഷൻ 304B. ഇതാണ് സ്ത്രീധന മരണം അല്ലെങ്കിൽ ഡൗറി ഡെത്ത്. അതായത് കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ അസ്വാഭാവികമായി മരിച്ചാൽ, മരണത്തിന് തൊട്ടുമുൻപ് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഈ വകുപ്പ് ചുമത്തും. 7 വർഷത്തിനുള്ളിൽ? അതെ. ഇവിടെ ഒരു പ്രധാന പോയിന്റുണ്ട്. സാധാരണ കേസിൽ കുറ്റം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷനാണല്ലോ. എന്നാൽ 304B പ്രകാരം മരണത്തിന് തൊട്ടുമുൻപ് പീഡനം നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പ്രതികൾക്കാണ്. ബർഡൻ ഓഫ് പ്രൂഫ് മാറുന്നു. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ IPC സെക്ഷൻ 498A. ഇത് ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ക്രൂരതയാണ്. ശാരീരികമോ മാനസികമോ ആയ പീഡനം. ഇതും സ്ത്രീധന പീഡനങ്ങളിൽ സാധാരണയായി ചുമത്താറുണ്ട്. ഈ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്ന ഏജൻസിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ NCRB. ഈ 304Bയില് ബർഡൻ ഓഫ് പ്രൂഫ് പ്രതികൾക്കാണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും ശിക്ഷാനിരക്ക് ഇത്ര കുറവാണെന്നത് എന്താ പറയാ, ഒരു വിരോധാഭാസം പോലെ തോന്നുന്നു. അപ്പം മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ എങ്ങനെ കാണാം? നിയമം കടലാസിൽ ശക്തമാണ്, പക്ഷേ പ്രായോഗികമായി എന്തുകൊണ്ടാണിത് പരാജയപ്പെടുന്നത്? അതെ, അതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. മെയിൻസിന് ഉത്തരമെഴുതുമ്പോൾ ഈ പോയിന്റുകൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നിയമം നടപ്പാക്കുന്നതിലെ വീഴ്ച, പുവർ ഇംപ്ലിമെന്റേഷൻ.
പോലീസിന്റെ അന്വേഷണത്തിലെ പ്രശ്നങ്ങൾ, തെളിവുകൾ ശരിയായി ശേഖരിക്കാതിരിക്കുന്നത്, അതൊക്കെ. രണ്ടാമത്, ഈ കുറഞ്ഞ ശിക്ഷാനിരക്ക്, ലോ കൺവിക്ഷൻ റേറ്റ്. ഈ ബേർഡൻ ഓഫ് പ്രൂഫ് പ്രതികൾക്കാണെങ്കിലും മരണത്തിന് തൊട്ടുമുമ്പ് പീഡനം നടന്നു എന്ന് തെളിയിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സാക്ഷികൾ കൂറുമാറുന്നത്, പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ കാരണമാകാം. ശരിയാണ്. മൂന്നാമത്, നീതി വൈകുന്നത്, ഡിലേ ഇൻ ജസ്റ്റിസ്, വർഷങ്ങളെടുക്കുന്ന കേസുകൾ. നാലാമത്, പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു, അണ്ടർ റിപ്പോർട്ടിംഗ്. ചിലപ്പോൾ ആത്മഹത്യയോ അപകടമരണമോ ആയി ഒതുക്കി തീർക്കുന്നു. ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ അത്ര ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് സ്ത്രീധനം എന്ന സമ്പ്രദായം, ഡീപ്പ് റൂട്ടഡ് സോഷ്യൽ നോംസ്. ശരിയാണ്. അപ്പോ ഇത് വെറുമൊരു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ പ്രശ്നം മാത്രമല്ല, സമൂഹത്തിലെ ആ ഒരു പുരുഷാധിപത്യ ചിന്താഗതി, അതും ഇതിനു പിന്നിലുണ്ട്. അപ്പോ ഇതിനൊരു പരിഹാരം അത്ര എളുപ്പമല്ല. നിയമം മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമുണ്ടാവില്ല എന്ന് വ്യക്തം. എന്താണ് ഒരു മുന്നോട്ടുള്ള വഴി? തീർച്ചയായും നിയമം മാത്രം പോരാ. നിയമം കർശനമായി നടപ്പാക്കണം. അതോടൊപ്പം സാമൂഹികമായ ഒരു മാറ്റം കൂടിയേ തീരൂ. ഉദാഹരണത്തിന്, പോലീസ്, ജുഡീഷ്യറി സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. അന്വേഷണവും വിചാരണയും വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പോലുള്ളവ ശക്തിപ്പെടുത്തണം. പിന്നെ ബോധവൽക്കരണം സ്കൂൾ തലം മുതലേ തുടങ്ങണം. ലിംഗസമത്വം, സ്ത്രീധനത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ വരണം. കുട്ടികളിൽ നിന്ന് തന്നെ മാറ്റം വരണം. അതെ. പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക സ്വാശ്രയത്വം, അത് വളരെ പ്രധാനമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായാൽ ഒരു പരിധിവരെ അവർക്കിതിനെതിരെ നിൽക്കാൻ കഴിയും. സന്നദ്ധ സംഘടനകൾ, മാധ്യമങ്ങൾ, ഇവരുടെയൊക്കെ പങ്ക് വലുതാണ്. ഇരകൾക്ക് പിന്തുണ നൽകാനും വിഷയം സജീവമായി നിർത്താനും. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തിന്റെ മനോഭാവം മാറുക എന്നതാണ്. ചേഞ്ചിങ് മൈൻഡ്സെറ്റ്സ്. സ്ത്രീധനം ഒരു സ്റ്റാറ്റസ് സിംബൽ അല്ല, അതൊരു സാമൂഹിക വിപത്താണ് എന്ന ചിന്ത വരണം. ഇതിൽ പുരുഷന്മാർക്ക് വലിയ പങ്കുണ്ട്. സ്ത്രീധനം ചോദിക്കില്ല, കൊടുക്കില്ല എന്നൊരു തീരുമാനം ഓരോരുത്തരും എടുക്കണം. അതെ, ആ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാകണം. ശരിയാണ്. നിയമത്തിന്റെ കാർക്കശ്യം മാത്രം പോരാ, സമൂഹത്തിന്റെ മനസാക്ഷിയും ഉണരണം. എങ്കിലേ ഈ നീതിയുടെ പരാജയം എന്ന് ലേഖനം പറയുന്ന അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകൂ. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. ശരി, അപ്പം നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മളിന്ന് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിലെ ഒരു പ്രധാന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. രാജ്യത്തെ നിക്ഷേപങ്ങളിൽ ഒരു മാന്ദ്യം കാണുന്നുണ്ട്. കുറച്ച് ലേഖനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. നമസ്കാരം. അതെ, ഇതൊരു പ്രധാന വിഷയം തന്നെയാണ്. തീർച്ചയായും. പിന്നെ UPSC പരീക്ഷ എഴുതുന്നവർക്ക് നിങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിന് ഇന്ത്യൻ എക്കോണമി ഭാഗത്ത് വരും. പിന്നെ മെയിൻസിന് GS പേപ്പർ 3 ഉണ്ടല്ലോ, അതിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, പ്ലാനിംഗ്, വളർച്ച, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ്, അതിലൊക്കെ ഇത് വരാം. ശരിയാണ്. ശരി, അപ്പോ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. ഈ ലേഖനങ്ങളിലെ പ്രധാന കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദന വളർച്ച, അതായത് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതെ, അത് കുറയുകയാണ്. 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണിപ്പോൾ, വെറും 1.2%. 1.2% മാത്രം. അത് വളരെ കുറവാണല്ലോ. അതെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ചെയ്തു ഈ കോർപ്പറേറ്റ് നിക്ഷേപം പൂട്ടാനായിട്ട്. കോർപ്പറേറ്റ് ടാക്സ് കുറച്ചില്ലേ, പിന്നെ മൂലധന ചെലവ്, കാപെക്സ് എന്ന് പറയില്ലേ, റോഡും പാലവുമൊക്കെ ഉണ്ടാക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ്, അതെ, അത് കൂട്ടി. പലിശ നിരക്കും കുറച്ചു. എന്നിട്ടും സ്വകാര്യ മേഖലയിൽ നിന്ന് അങ്ങനെ ഒരു വലിയ നിക്ഷേപം വരുന്നില്ല. എന്തായിരിക്കും കാരണം? അതെ, അവിടെയാണ് ഈ ചർച്ചയുടെ ഒരു കാതൽ. ശരിക്കും പറഞ്ഞാല് ഇതൊരു പഴയ ചോദ്യമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ. ലാഭം വന്നാൽ നിക്ഷേപം വരുമോ, അതോ നിക്ഷേപം വന്നാലേ ലാഭമുണ്ടാകൂ? ഏതാണ് കാരണം, ഏതാണ് കാര്യം? ഓക്കെ, അങ്ങനെ ഒരു സംവാദമുണ്ടല്ലേ? ഉണ്ട്. മാർക്സിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മിഖായിൽ കെലിക്കി ഒക്കെ വാദിച്ചത് നിക്ഷേപമാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നാണ്, തിരിച്ചല്ല. കാരണം ഒരു മുതലാളിക്ക് എത്ര നിക്ഷേപം നടത്തണമെന്ന് തീരുമാനിക്കാം, പക്ഷെ എത്ര ലാഭം കിട്ടും എന്ന് മുൻകൂട്ടി ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ശരിയാണ്. പക്ഷേ ഇതിലെ പ്രധാന പ്രശ്നം, ഈ ലേഖനങ്ങൾ പറയുന്ന പ്രധാന പ്രശ്നം മൊത്തത്തിലുള്ള ഡിമാൻഡാണ്. അതായത് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ, വിപണിയിൽ ആവശ്യക്കാരില്ലെങ്കിൽ
ആരും പുതിയ ഫാക്ടറി തുടങ്ങാൻ പോകില്ല. ഓ, അതാണല്ലേ കാര്യം. ലാഭം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇല്ല, കാരണം ഉണ്ടാക്കിയ സാധനം വിറ്റുപോയില്ലെങ്കിൽ പിന്നെ നഷ്ടമല്ലേ? ശരി. അപ്പോൾ ഡിമാൻഡ് ഇല്ലെങ്കിൽ നിക്ഷേപം വരില്ല. അതെ. അപ്പോ നിക്ഷേപം കൂടണമെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള ഒരു ഉത്തേജനം വേണം. ഒരു എക്സോജീനിയസ് സ്റ്റിമുലസ് എന്ന് പറയും. പുറത്തുനിന്നുള്ള ഉത്തേജനം ഉദാഹരണത്തിന്? പ്രധാനമായും രണ്ടെണ്ണമാണ്. ഒന്ന്, സർക്കാർ ചിലവഴിക്കൽ കൂടണം, അല്ലെങ്കിൽ വിദേശ വിപണികളിൽ നമ്മുടെ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടണം, എക്സ്പോർട്ട് കൂടണം. ഓക്കെ. ഇപ്പോ ലോകവിപണി അത്ര സജീവമല്ലാത്തതുകൊണ്ട് എല്ലാവരും നോക്കുന്നത് സർക്കാർ ചിലവഴിക്കലിലാണ്. സർക്കാർ ഈ കാപെക്സ് മൂലധന ചെലവ് കൂട്ടിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് പ്രതീക്ഷിച്ചത്ര ഗുണമുണ്ടായില്ല എന്നും പറയുന്നുണ്ടല്ലോ. അതെ, അതാണ് പ്രശ്നം. അതിനെക്കുറിച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വലിയ പ്രോജക്റ്റുകൾക്ക് സമയം ഒരുപാട് വേണം. പെട്ടെന്ന് ഫലം കിട്ടില്ല. അതിനെ ജസ്റ്റേഷൻ ലാഗ്സ് എന്ന് പറയും. ഓക്കെ, സമയമെടുക്കും. രണ്ട്, ഈ ചിലവാക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാനാണ് ഉപയോഗിക്കുന്നത്, ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ പണം പുറത്തേക്ക് പോകുന്നു, ഇമ്പോർട്ട് ലീക്കേജ്. ശരിയാണ്. മൂന്നാമത്തെ കാര്യം, ഇത്തരം വലിയ പദ്ധതികളില് ഒരുപാട് പേർക്ക് നേരിട്ട് ജോലി കിട്ടണമെന്നില്ല. തൊഴിൽ ശേഷി താരതമ്യേന കുറവായിരിക്കും. ഓ, അപ്പോൾ ആളുകളുടെ കയ്യിൽ നേരിട്ട് പണം എത്തുന്നില്ല, ഡിമാൻഡ് പെട്ടെന്ന് കൂടുന്നില്ല. അതെ, അതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കുറച്ച് ടേംസ് നമ്മൾ ഓർത്തിരിക്കണം അല്ലേ? ഈ IIP എന്താണ്? അതെ, IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, NSO ആണ് പബ്ലിഷ് ചെയ്യുന്നത്. വ്യാവസായിക മേഖലയിലെ വളർച്ച അളക്കുന്നു. പിന്നെ കേപെക്സ്, മൂലധന ചെലവ്, ദീർഘകാല ആസ്തികൾക്കുള്ള ചെലവ്. ശരിയാണ്. പിന്നെ ക്രൗഡിംഗ് ഇൻ, ക്രൗഡിംഗ് ഔട്ട്, അതായത് സർക്കാർ ചെലവ് സ്വകാര്യ നിക്ഷേപത്തെ കൂട്ടുമോ അതോ കുറയ്ക്കുമോ ഔട്ട്. അതും പ്രധാനമാണ്. പിന്നെ ഈ ലാഭം, നിക്ഷേപം, കാര്യകാരണബന്ധം ഏതാണ് ആദ്യമെന്നുള്ള തർക്കം. അതെ. പിന്നെ എക്സോജീനസ് സ്റ്റിമുലസ്, പുറത്തുനിന്നുള്ള ഉത്തേജനം, സർക്കാർ ചെലവ് കൂട്ടുന്നതൊക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനിയിപ്പോൾ മെയിൻസിന്റെ കാര്യം നോക്കിയാലോ? GS പേപ്പർ 3ൽ ഇതൊരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. കാരണം സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നികുതി കുറയ്ക്കുക, പലിശ കുറയ്ക്കുക, ഇതൊക്കെ സപ്ലൈ സൈഡ് നടപടികളാണ്, വിതരണവശം ശരിയാക്കാനുള്ള ശ്രമം. ശരി. ലേഖനങ്ങൾ വാദിക്കുന്നത് ഇതുമാത്രം പോരാ, ഡിമാൻഡ് സൈഡ്, അതായത് ആവശ്യകത കൂട്ടാനുള്ള ഇടപെടലും വേണമെന്നാണ്. പാൻഡമിക്കിന് ശേഷം വളർച്ച അത്ര ശക്തമല്ലാത്തതിന്റെ ഒരു കാരണമിതാണ്. അപ്പോൾ സർക്കാരിന്റെ ഈ സപ്ലൈ സൈഡ് സമീപനത്തിന് ഗുണങ്ങളൊന്നുമില്ലേ? ഗുണങ്ങളുണ്ട്. ബിസിനസ് ചെയ്യാനുള്ള അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നികുതി കുറയ്ക്കുന്നത് അതിന്റെ ഭാഗമാണ്. ദീർഘകാല അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നുണ്ട് ഈ കാപെക്സ് വഴി. എന്നാൽ പരിമിതികളാണ് കൂടുതൽ പ്രകടമെന്ന് തോന്നുന്നു. അതെ, ലാഭമുണ്ടായാൽ നിക്ഷേപം വന്നോളും എന്നത് പൂർണ്ണമായി ശരിയല്ല. ഡിമാൻഡ് ഇല്ലെങ്കിൽ നിക്ഷേപം വരില്ല. സർക്കാർ കാപെക്സ് ആണെങ്കിൽ പോലും അതിനീ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. സമയമെടുക്കും, പണം പുറത്തേക്കു പോകും, തൊഴിൽ കുറവ്. പിന്നെ ഡിമാൻഡില്ലാത്തപ്പോൾ പലിശ കുറയ്ക്കുന്നത് പണ്ട് കെയ്ൻസ് പറഞ്ഞ പോലെ കുതിരയ്ക്ക് മുന്നിൽ വണ്ട് കെട്ടുന്ന പോലെയാണ്. ആര് ലോൺ എടുക്കാനാണ്? ശരി. അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്തായിരിക്കും? ഒരു ബാലൻസ്ഡ് അപ്രോച്ച്? തീർച്ചയായും. ഡിമാൻഡ് കൂട്ടണം. അതിന് കൂടുതൽ തൊഴിൽ നൽകുന്ന, അതേസമയം ഇറക്കുമതി അത്രയില്ലാത്ത സർക്കാർ പദ്ധതികൾ വരണം. ഉദാഹരണത്തിന് ഒരുപക്ഷേ MGNREGA പോലുള്ളവ ശക്തിപ്പെടുത്തുക. കർഷകർക്ക് വരുമാനമുറപ്പാക്കുന്ന പദ്ധതികൾ, ഗ്രാമീണ മേഖലയിൽ പണമെത്തിക്കുക. ഓക്കെ. അതോടൊപ്പം ഈ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സമയബന്ധിതമായി തീർക്കണം. പിന്നെ നയങ്ങളിലൊരു സ്ഥിരത വേണം, പോളിസി സ്റ്റെബിലിറ്റി. ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതും മെച്ചപ്പെടുത്തണം. ദീർഘകാലത്തേക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതിലൊക്കെ നിക്ഷേപം വേണം. അപ്പോ ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ നിക്ഷേപമാന്ദ്യം മാറ്റണമെങ്കിൽ വിതരണവശം മാത്രം നോക്കിയാൽ പോരാ. ആവശ്യകത, അതായത് ഡിമാൻഡ്, അതും ഒരുപോലെ പരിഗണിക്കണം. രണ്ടും ഒരുമിച്ചു പോകണം. ശരി. അപ്പോ ഈ വിശകലനം വ്യക്തമാക്കുന്നത് അതാണ്. ഈ ഡിമാൻഡ് കൂട്ടാൻ, ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കാൻ ഏറ്റവും നല്ല വഴി എന്തായിരിക്കും? ഇത് നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. ഈ വിഷയത്തിൽ ഏകദേശം ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുണ്ട്. അത് നോക്കാം. ശരി. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എക്സസൈസ് ടാലിസ്മാൻ സേബർ 2025നെ കുറിച്ചാണ്. നമസ്കാരം.
ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസം അല്ലേ? അതെ, അതുതന്നെ. അതിൽ ഇന്ത്യയുടെ പങ്കാളിത്തം, പിന്നെ പുതിയ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. അപ്പോൾ UPSC പ്രിലിംസിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി. ഇത് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ വാർ ഫൈറ്റിംഗ് ഡ്രിൽ മാത്രമല്ല, ഇൻഡോ പാസിഫിക് മേഖലയിൽ ഈ സൈനിക സഹകരണം കൂടുന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഓക്കെ. 2005 ഇത് തുടങ്ങുമ്പോൾ അമേരിക്കയും ഓസ്ട്രേലിയയും മാത്രമായിരുന്നു ഒരു ദ്വികക്ഷി അഭ്യാസം. ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഒരുപാട് മാറി. ശരിയാണ്. ഇപ്പോൾ 19 രാജ്യങ്ങൾ, 35,000-ലധികം സൈനികൾ, ഇന്ത്യയും ഉണ്ടതിൽ. ഇതൊരു വലിയ മാറ്റം തന്നെയല്ലേ? ഡെവലപ്മെന്റാണ്, അതിന്റെ വ്യാപ്തി കൂടുകയാണ്. അതെ. പിന്നെ ഈ വർഷത്തെ ഒരു ഹൈലൈറ്റ് ഓസ്ട്രേലിയ അടുത്തിടെ വാങ്ങിയ M142 ഹിമാർസ് ഉപയോഗിച്ച് മിസൈൽ വിക്ഷേപിച്ചു എന്നതാണ്. ഓക്കെ, ഹിമാസ് അതെന്താണെന്ന് പറയാമോ? ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം. അതെ, ഹിമാസ് അതായത് ഒരു ട്രക്കിൽ ഘടിപ്പിച്ച റോക്കറ്റ് ലോഞ്ചറാണ്. എളുപ്പത്തിൽ കൊണ്ടുപോകാം. ദീർഘദൂരത്തേക്ക് നല്ല കൃത്യതയോടെ ആക്രമിക്കാൻ പറ്റും. ഉക്രൈൻ യുദ്ധത്തിലൊക്കെ ഇതിന്റെ പങ്ക് നമ്മൾ കണ്ടതാണ്. ശരി. അപ്പോൾ ഹിമാസ് പോലുള്ള പുതിയ സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് ഈ അഭ്യാസത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം കൂട്ടുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ UPSC പ്രിലിംസിന് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? ഏതൊക്കെ വിഷയങ്ങളിൽ വരും ഇത്? പ്രധാനമായിട്ടും അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതിൽ തന്നെ പ്രതിരോധ അഭ്യാസങ്ങൾ എന്ന ഭാഗത്ത്. ഓക്കെ. പിന്നെ ദേശീയവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള സമകാലിക സംഭവങ്ങൾ അതിലും വരും. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കാം? ഈ ടാലിസ്മാൻ സേബർ, പങ്കാളികൾ, ഇന്ത്യയുടെ റോൾ. അതെ. പിന്നെ ഹിമാർസ് പോലുള്ള പ്രധാന ആയുധങ്ങൾ, അതൊക്കെ ചോദിക്കാം. ശരി. ഈ സൈനികാഭ്യാസങ്ങൾ എന്തിനാണ് നടത്തുന്നത്? അതിന്റെ ഒരു ബേസിക് ഐഡിയ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള മിലിറ്ററി കോഓപ്പറേഷൻ കൂട്ടുക, അതാണ് മെയിൻ. സഹകരണം. അതെ. പിന്നെ വ്യത്യസ്ത സേനാ വിഭാഗങ്ങളില്ലേ, ആർമി, നേവി, എയർഫോഴ്സ്, അവര് തമ്മിലുള്ള ഏകോപനം, അതും പ്രധാനമാണ്. ഓക്കെ. കോർഡിനേഷൻ. പിന്നെ പുതിയ യുദ്ധതന്ത്രങ്ങൾ, ടെക്നോളജിയൊക്കെ പരീക്ഷിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ്, അതിനെ ഇന്ററോപ്പറബിലിറ്റി എന്ന് പറയും, അത് വർദ്ധിപ്പിക്കുക. അതാണ് ടാലിസ്മാൻ സേബർ പോലെയുള്ള മൾട്ടിലാറ്ററൽ അഭ്യാസങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഈ ഇന്ററോപ്പറബിലിറ്റി, അതായത് പല രാജ്യങ്ങളുടെ സിസ്റ്റംസ് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ്. അതെ. അത് ഈ ദ്വികക്ഷി അഭ്യാസങ്ങളിൽ നിന്ന് ഇതിനെ എങ്ങനെയാ വ്യത്യസ്തമാക്കുന്നത്? ദ്വികക്ഷി അഭ്യാസം, ഇപ്പോ ഇന്ത്യ-US യുദ്ധാഭ്യാസ് അല്ലെങ്കിൽ ഇന്ത്യ-ഫ്രാൻസ് ശക്തി, അത് 2 രാജ്യങ്ങൾ തമ്മിലാണ് ഫോക്കസ്. ശരി. പക്ഷേ ടാലിസ്മാൻ സേബർ അല്ലെങ്കിൽ മലബാർ അഭ്യാസമൊക്കെ ബഹുകക്ഷി അഭ്യാസങ്ങളാണ്. അതായത് പല രാജ്യങ്ങൾ. കൂടുതൽ കോംപ്ലക്സ് ആണ്. അതെ, കൂടുതൽ സങ്കീർണമാണ്. പല രാജ്യങ്ങളുടെ സംവിധാനങ്ങൾ, അവരുടെ രീതികൾ, ഇതൊക്കെ ഒരുമിപ്പിക്കണം. അത് കുറച്ച് വെല്ലുവിളിയാണ്. പക്ഷെ ഒരു പ്രതിസന്ധി വന്നാൽ ഒരുമിച്ച് പ്രതികരിക്കാൻ ഇത് കൂടുതൽ സഹായിക്കും. ഓക്കെ. അപ്പോൾ ടാലിസ്മാൻ സേബറിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് ഇൻഡോ പസഫിക് എന്ന വലിയൊരു പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ടോ? ഉണ്ട്, തീർച്ചയായുമുണ്ട്. ഇൻഡോ പസഫിക് മേഖല, അതായത് ഇന്ത്യൻ മഹാസമുദ്രം മുതൽ പസഫിക് വരെ, അത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണിപ്പോൾ. ശരിയാണ്. അപ്പോ അവിടെ ഒരേ ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ക്വാഡ് രാജ്യങ്ങളില്ലേ, US, ഓസ്ട്രേലിയ, ജപ്പാൻ, ക്വാഡ്, ഇതിലുമായിട്ടുള്ള സൈനിക സഹകരണം കൂട്ടാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണിത്. ഇതൊരു വെറും സൗഹൃദം പുതുക്കൽ മാത്രമല്ല, മറിച്ച് ആ മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരാനുള്ള ഒരു കൂട്ടായ ശ്രമം അങ്ങനെ കാണണം. ഈ ചൈനയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള സംസാരവും ഇതിനോട് ചേർത്ത് കേൾക്കാറുണ്ട്. ചൈനീസ് ചാരക്കപ്പലുകളൊക്കെ ഇത് നിരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓസ്ട്രേലിയൻ ഡിഫൻസ് മിനിസ്ട്രി തന്നെ പറഞ്ഞിരുന്നല്ലോ. അതൊരു പ്രധാന ഘടകമാണ്. ചൈന ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ അഭ്യാസം ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയാണെന്ന് ഔദ്യോഗികമായി പറയില്ല. മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ ഒരുമയാണ് ലക്ഷ്യം. ഓക്കെ. ഒരു ബാലൻസ് ഓഫ് പവർ നിലനിർത്താൻ ഇത് സഹായിക്കുമോ? സഹായിക്കും. അങ്ങനെയുള്ള അഭ്യാസങ്ങൾക്ക് ആ ഒരു പങ്കുകൂടിയുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ടാലിസ്മാൻ സേബർ 2025 എന്നത് വെറും ഒരു മിലിറ്ററി ഡ്രില്ലല്ല. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഇൻഡോ പസഫിക് സാഹചര്യങ്ങളുടെയും അവിടെ ഇന്ത്യയുടെ റോള് കൂടുന്നതിന്റെയുമൊക്കെ ഒരു പ്രതിഫലനമാണ്. അതെ, വളരെ ശരിയാണ്. UPSC തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതിലെ പോയിന്റുകൾ തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. ശരി.
ഇനി നിങ്ങൾ ആലോചിക്കാനൊരു ചോദ്യം തരാം. ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ഇങ്ങനെ ബഹുകക്ഷി സൈനികാഭ്യാസങ്ങൾ കൂടിക്കൂടി വരുന്നത് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂട്ടിയിട്ട് സ്റ്റെബിലിറ്റി കൊണ്ടുവരുമോ അതോ മിലിറ്ററി മത്സരം കൂട്ടി സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമോ? അത് ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അതെ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം. അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്ത ചർച്ച ചെയ്യാം. ശരി, നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പ്രധാന വാർത്തയാണ് നോക്കുന്നത്. നമസ്കാരം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി ഗോത്രങ്ങളെക്കുറിച്ചും പിന്നെ 2027 നടക്കാനിരിക്കുന്ന സെൻസസിനെക്കുറിച്ചും. അതെ. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടും എന്നും നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പ്രിലിമിനറി പരീക്ഷയുടെ ഭാഗമായി വരുന്ന ഇന്ത്യൻ പൊളിറ്റി, സാമൂഹിക പ്രശ്നങ്ങൾ, പിന്നെ ഭൂമിശാസ്ത്രം, ഈ വിഷയങ്ങളിലൊക്കെ. തീർച്ചയായും. ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി. എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പ്രധാനപ്പെട്ടതാകുന്നു എന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്തൊക്കെയാണ് ഈ വാർത്തയിലെ പ്രധാന കാര്യങ്ങൾ? പ്രധാനമായും 2027 നടക്കാൻ പോകുന്ന 16ാമത് സെൻസസ് ഉണ്ടല്ലോ, അത് ആൻഡമാൻ നിക്കോബാറിലെ 6 പ്രധാന ഗോത്രങ്ങൾക്കിടയിൽ, അതായത് ജാറവ, ഗ്രേറ്റ് ആൻഡമാനീസ്, ഷോംബൻ, ഓങ്കെ, സെന്റിനലീസ്, പിന്നെ നിക്കോബാറികൾ, ഇവർക്കിടയിൽ നടത്തുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമായേക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഓഹോ, അതെന്താ കാരണം? അതിന് കാരണം, ഒന്ന്, സർക്കാരും ഈ ഗോത്രവിഭാഗങ്ങളും തമ്മിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് ലഭ്യമാക്കിയ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളും അതും ഒരു ഘടകമാണ്. ശരി ശരി. അപ്പോ ഈ 6 ഗോത്രങ്ങളിൽ 5 എണ്ണം, അതായത് നിക്കോബാറുകൾ ഒഴികെ ബാക്കിയുള്ളവർ, അതെ, ജാറവ, ഗ്രേറ്റ് ആൻഡമാനീസ്, ഷോംബൻ, ഓങ്കെ, സെന്റിനലീസ്, ഇവരൊക്കെ PVTG, അതായത് അതീവ ദുർബല ഗോത്രവിഭാഗത്തിൽ പെടുന്നവരാണ് എന്നതും ശ്രദ്ധേയമാണല്ലേ? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. PVTG, പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, മറ്റ് ആദിവാസി വിഭാഗങ്ങളെക്കാളും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള ഗ്രൂപ്പുകളാണിവർ. എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ? പ്രധാനമായും കുറഞ്ഞുവരുന്നതോ അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിലുള്ളതോ ആയ ജനസംഖ്യ, പിന്നെ സാക്ഷരത തീരെയില്ലായ്മ, അതുപോലെ കാർഷികപൂർവ്വ സാങ്കേതിക വിദ്യ, അതായത് വളരെ പഴയ രീതിയിലുള്ള ജീവിതരീതി, ഇതൊക്കെയാണ് നോക്കുന്നത്. ഇത് എപ്പോഴാണ് ഇങ്ങനെ തരംതിരിച്ചത്? ഇത് 1973 ധേബാർ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇങ്ങനെ ഒരു വർഗീകരണം വന്നത്. ഓക്കെ. അപ്പൊ സർക്കാർ ഇടപെടലുകൾ കാരണം ജനസംഖ്യയിൽ മാറ്റം വന്നിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ ബന്ധം മെച്ചപ്പെട്ടുവെന്ന്. ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. ജാറവ ഗോത്രമില്ലേ? ജാറവ. അവരുടെ ജനസംഖ്യ 1998 വെറും 260 പക്ഷേ ഇപ്പോൾ അത് ഏകദേശം 647 വർദ്ധിച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ. അതെ. അപ്പൊ ഈ PM ജാൻമാൻ പോലുള്ള പദ്ധതികളൊക്കെ സർക്കാർ നടപ്പാക്കുന്നുണ്ടല്ലോ. ഉണ്ട്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ, പാർപ്പിടം, വെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, ടെലികോം കണക്ടിവിറ്റി, ഉപജീവനമാർഗം, ഇതിനൊക്കെ കൃത്യമായ ജനസംഖ്യാ കണക്കുകൾ വേണം. അപ്പോൾ ഈ സെൻസസ് ഡേറ്റ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതിനൊരു മറുവശവുമുണ്ടല്ലോ, ഈ ആൻഡമാൻ ട്രാങ്ക് റോഡ്, ATR. ശരിയാണ്. അത് ഈ ഗോത്രമേഖലകളിലേക്കുള്ള ഒരു കടന്നുകയറ്റത്തിന് കാരണമാകുന്നുവെന്നും ഇവരുടെ സ്വാഭാവിക ജീവിതത്തിൽ മിനിമൽ ഇന്റർവെൻഷൻ, അതായത് വളരെ കുറഞ്ഞ ഇടപെടലുകളെ പാടുള്ളൂവെന്നും ഒരു വാദം നിലവിലുണ്ട്, അല്ലേ? ശരിയാണ്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വികസനം ആവശ്യമാണോ അതോ അവരെ അവരുടെ രീതിയിൽ ജീവിക്കാൻ വിടുകയാണോ വേണ്ടത് എന്നത് വലിയൊരു ചോദ്യമാണ്. ഈ ATR റോഡ് ജാറവ സംരക്ഷിത വനമേഖലയിലൂടെയല്ലേ പോകുന്നത്? അതെ, അതാണ് പ്രധാന പ്രശ്നം. അത് അവരുടെ സ്വകാര്യതയെയും ജീവിത രീതിയെയും ബാധിക്കുന്നു എന്ന ശക്തമായ വിമർശനമുണ്ട്. ശരി. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തില് നമുക്ക് പ്രിലിംസിന് ആവശ്യമുള്ള കുറച്ച് കോർ കോൺസെപ്റ്റുകൾ കൂടി നോക്കിയാലോ? സെൻസസിനെക്കുറിച്ച് തന്നെ തുടങ്ങാം. ഓക്കെ. ഇന്ത്യയിലെ സെൻസസ് നമുക്കറിയാം ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ് ഇത് നടത്തുന്നത്. ആദ്യത്തേത് എപ്പോഴായിരുന്നു? ആദ്യത്തേത് 1872 നടന്നു. പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല. 1881 മുതലാണ് മുടക്കമില്ലാതെ കൃത്യമായി നടക്കാൻ തുടങ്ങിയത്.
അപ്പോ 2021 നടക്കേണ്ടതല്ലേ ഈ 16ാമത്തെ സെൻസസ്? അതെ, അത് കോവിഡ് കാരണം വൈകി. അതാണ് ഇപ്പോൾ 2027ലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ശരി. ഇനി ആൻഡമാനിലെ ഗോത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു വംശീയപരമായ തരംതിരിവ് എങ്ങനെയാണ്? പ്രധാനമായും 2 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് നിഗ്രിറ്റോ വംശീയ വിഭാഗം. അതിലാണ് ഗ്രേറ്റ് ആൻഡമാനീസ്, ഓങ്കെ, ജാറവ, സെന്റിനലീസ് എന്നിവർ വരുന്നത്. ഇവർ കൂടുതലും ആൻഡമാൻ ദ്വീപുകളിലാണ്. ഓക്കെ. രണ്ടാമത്തെ വിഭാഗം മോങ്കോയിലോയിഡാണ്. അതില് നിക്കോബാരിസും ഷോമ്പനും വരും. ഇവരെ കൂടുതലായി കാണുന്നത് നിക്കോബാർ ദ്വീപുകളിലാണ്. ഈ തരംതിരിവ് ഓർത്തിരിക്കണമല്ലേ? അതെ, ഇത് ഭൂമിശാസ്ത്രപരമായും സാമൂഹികമായും പ്രധാനപ്പെട്ടതാണ്. PVTG സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ദേബർ കമ്മീഷൻ ശുപാർശ ഓർക്കണം. പിന്നെ PM ജയൻമാൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങളും. പിന്നെ ആൻഡമാൻ ട്രങ്ക് റോഡിന്റെ ATR വിവാദവും. അതെ, അതും പ്രധാനമാണ്. വികസനവും ഗോത്ര സംരക്ഷണവും തമ്മിലുള്ള ആ ഒരു സംഘർഷം അത് കാണിക്കുന്നുണ്ട്. ശരി. അപ്പോ ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡമാൻ നിക്കോബാർ ഗോത്രങ്ങൾ, സെൻസസ്, PVTG, PM ജയൻമാൻ, ATR ഈ വിഷയങ്ങളിലെ പ്രധാന ആശയങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ വിഷയങ്ങൾ ഇന്ന് തന്നെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെൻസസ്, ഗോത്രവർഗങ്ങളുടെ അവസ്ഥ, സർക്കാർ പദ്ധതികൾ, വികസനത്തിന്റെ വെല്ലുവിളികൾ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതെ. അപ്പോ നാളെ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ പഠനത്തിന് എല്ലാവിധ ആശംസകളും. എല്ലാ ആശംസകളും. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഈ അതുല്യമായ ഗോത്ര സംസ്കാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളും രാജ്യത്തിന്റെ ഭരണപരമായ ആവശ്യങ്ങളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? അതെ, തീർച്ചയായും. അത് നമ്മൾ തുടർന്നും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.